ഷാലൂസ് മിസ്റ്റിക് റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലു സിജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അടിപൊളി കോംബോകളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ കേട്ടോ, നല്ല തിക്കായിട്ടുള്ള ബൾബ്. നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണല്ലോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള പ്ലാന്റുകൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിലുള്ള കോംബോകളൊക്കെ എല്ലാവർക്കും തന്നെ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളാണ് നമുക്ക് മെയിനായിട്ടും നമ്മുടെ പോത്തോസുകളും സിസി പ്ലാന്റുകളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ കോംബോയിൽ വരുന്നത്. 4 കോംബോയാണ് ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് സിസി പ്ലാന്റുകളുടെ കോംബോയാണ്. അതിൽ ബ്ലാക്ക് സിസി നമ്മൾ പല സൈസിലുള്ള സിസി പ്ലാന്റുകൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ കാറ്റലോഗിൽ തന്നെ ഇതിൻ്റെ വലിയ പോട്ടുകളിലുള്ളതൊക്കെ നമ്മൾ കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പോട്ടല്ല വലിയ പോട്ടുകളാണ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് അത് ഓർഡർ ചെയ്താൽ മതി. ഇതിപ്പോൾ ചെറിയ പോട്ടുകളിലുള്ള സിസി പ്ലാന്റ് ആണ്. ഇത് ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് സിസിയാണ് കേട്ടോ. ഈ ഒരു ഏകദേശം ഈ ഒരു സൈസിൽ. പിന്നെ പ്ലാന്റുകളാണ് ചെറിയ ചെറിയ ഡിഫറൻസിൽ എന്തായാലും ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു പോട്ട് ഞാൻ എടുത്തുനിന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. ഈ പച്ച ലീഫ് കൊണ്ട് പേടിക്കേണ്ട, പച്ച തളിരെല്ലാം വരുന്നത് പച്ചയായിട്ട് പിന്നീടാണ് ബ്ലാക്ക് കളറിലേക്ക് വരുന്നത്. അതെല്ലാവർക്കും അറിയാലോ. പിന്നെ നന്നായിട്ടൊക്കെ റൈസോമൊക്കെ ഉള്ളതാണ്. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ അറിയുന്നത് നന്നായിട്ട് വേരുകളൊക്കെ വന്ന് അടിപൊളി പ്ലാന്റുകളാണ്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്വാർഫ് സിസിയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഏകദേശം ഈ ഒരു സൈസ് കുറച്ചും കൂടെ ഹൈറ്റ് ഒക്കെ ഉള്ള പ്ലാന്റുകളുണ്ട്. ഇങ്ങനെ. അപ്പോൾ ഇത് രണ്ടുമാണ് ആദ്യത്തെ കോംബോ. അപ്പോൾ വില കുറഞ്ഞിട്ടുള്ള കോംബോകളൊക്കെ ചോദിക്കണവർക്ക് ഇത് സെലക്ട് ചെയ്യാമേ. ഇങ്ങനെ ഇത് രണ്ടിനും കൂടെ 200+ കൊറിയറാണ് വരുന്നത്. 200+ കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഈ 200ന്റെ ഈ കൊറിയർ ചാർജിന് നമുക്ക് കൂടുതൽ പ്ലാന്റ്സുകൾ എടുക്കാം കേട്ടോ. ഈ 2 പ്ലാന്റുകൾ മാത്രമല്ല, ഒരു 3, 4, 5 പ്ലാന്റുകൾ 1 കിലോ വരെയുള്ള പ്ലാന്റ്സുകൾ നമുക്ക് എടുക്കാം. അപ്പോൾ ചെറിയ പ്ലാന്റുകളൊക്കെ ആകുമ്പോൾ നിസ്സാര വെയിറ്റ് അല്ലേ വരുള്ളൂ. അപ്പോൾ കൂടുതൽ പ്ലാന്റ്സുകൾ ഈ സെയിം കൊറിയർ ചാർജിന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ലാഭകരമായിട്ട് തോന്നുന്നത്. ഇനി 2 പ്ലാന്റിന് വേണ്ടിയിട്ട് കൊറിയർ ചാർജ് കൊടുക്കുന്നേക്കാളും നല്ലത് ഒരു 3, 4 പ്ലാന്റുകൾക്ക് സെയിം കൊറിയർ ചാർജിൽ വരുമ്പോൾ അതായിരിക്കുമല്ലോ ലാഭം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളൂ. ഇപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് കാറ്റലോഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള പ്ലാൻസുകളൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന കോംബോ എന്നും പറഞ്ഞിട്ട് മെസ്സേജ് തന്നാൽ അതിൽ മതി കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ. രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മളുടെ പോത്തോസുകളുടെ കോംബോ തുടങ്ങുകയാണ്. പോത്തോസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. ഇത് നമുക്ക് വരുന്നത് എൻജോയ് പോത്തോസ് ആണ്. ചെറിയ പോട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സൈസിലുള്ള പോട്ട്. എന്നാലും തിക്കായിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ അടിപൊളി പ്ലാന്റുകളാണ്. നന്നായിട്ട് ഇങ്ങനെ വന്ന് വളർന്നൊക്കെ തുടങ്ങിയേക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓക്സികാർഡിയം ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ വെറ്റിലയുടെ ഒക്കെ ഇല പോലെ നല്ല പിന്നെ ഹാർട്ട് ലീഫ് എന്നൊക്കെ പറയും. ഹാർട്ട് ലീഫ് ഫിലാഡൻഡോൺ വെറൈറ്റിയാണ് ഇത് വരുന്നത്. മണി പ്ലാന്റ് വെറൈറ്റി അല്ല, ഫിലാഡൻഡോൺ വരുന്നത്. പക്ഷെ നല്ല ഭംഗിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ തണ്ട് പോത്തോസിനേക്കാളും തണ്ട് ചെറുതായിരിക്കുന്നു മാത്രം. ഇങ്ങനെ കണ്ടോ, ചെറിയ തണ്ടുകളായിരിക്കും. അപ്പോൾ തിക്കായിട്ട് ഇങ്ങനെ വന്നേക്കുന്ന പ്ലാന്റുകളാണ്. ഇതിൻ്റെ രണ്ടിനും കൂടെ 250 ആണ് വരുന്നത്. 250+ കൊറിയറാണ് വരുന്നത്. അപ്പോൾ ഇൻഡോറിലേക്കൊക്കെ ഹൗസ് വാമിങ്ങിനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമല്ലോ. നമ്മളെ പോത്തോസുകളും സിസി പ്ലാന്റുകളാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് വൈറ്റ് പോട്ടിലൊക്കെ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ഭംഗിയാക്കാൻ വേണ്ടി ടേബിളിലൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റും. ഇപ്പം നമ്മൾ സാധാരണ ഹാങ്ങിങ് പോട്ടിൽ അധികം നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിലും ഇതേപോലെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാനാണ് കൂടുതലും പോത്തോസുകൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇനിയിപ്പം ആ 2 കോംബോ കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കോംബോ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. അധികം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഗ്ലോബൽ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള പോത്തോസാണ് ഇത് വരുന്നത് കേട്ടോ. നമ്മളുടെ ഇങ്ങനെയാണ് വരുന്നത്. എന്താ പറയുക, എൻജോയിനേക്കാളും കുറച്ചും കൂടെ ഇങ്ങനെ ഇത് കുറഞ്ഞു വന്നിട്ടുള്ള കളർ കുറഞ്ഞു വന്നിട്ടുള്ളത് അതേ ടൈപ്പുള്ളൊരു പാറ്റേണും വരുന്നത്. ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ ഇത് വരുന്നത്. അതായത് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഉള്ളിലൊരു ചെറിയൊരു പാറ്റേണും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ തിക്കായിട്ടാണ് കേട്ടോ ഈ പോട്ട് വരുന്നത്. ഇത് അധികം കോമൺ അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലിയും കൂടെയാണ്. ഇങ്ങനെയാണ് പോട്ട് വരുന്നത്. അധികം നമുക്ക് ഒത്തിരി നഴ്സറികൾ നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും ഇപ്പോൾ കോമൺ ആയി വരുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഫുൾ പോട്ട് 4 ഇഞ്ച് പോട്ടിലാണ് വരുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണിത്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജുള പോത്തോസാണ്. ഇത് അത്രയും തിക്കല്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒരു 2, 3 ഷൂട്ടുകളൊക്കെയാണ് ഓരോ പോട്ടുകളിൽ വരുന്നത്. അത്രയ്ക്ക് തിക്കല്ല, എന്നാലും നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ വളർന്ന് എടുക്കുന്ന പ്ലാന്റുകളാണ്. ഇത് രണ്ടും കേട്ടോ. ഈ കോംബോയ്ക്ക് മൂന്നാമത്തെ കോംബോയ്ക്ക് വരുന്ന ഈ 2 പ്ലാന്റിനും കൂടെ വരുന്ന 280+ കൊറിയറാണ്. 280+ കൊറിയർ. താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. ഏത് പോത്തോസാന്ന് പറയണേ. ഓർഡർ ചെയ്യാൻ നേരത്തെ ഏത് പോത്തോസാന്ന് പറഞ്ഞേക്കൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവുമല്ലോ. ഇനി 4ാമത്തെ കോംബോ എന്ന് പറയുന്നത്
ഇതെല്ലാവർക്കും തന്നെ എടുക്കാൻ പാകത്തിനാണ് ട്ടോ ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അത്രയും തിക്കായിട്ടുള്ള പ്ലാന്റുകൾ വരുന്നത്. ഇത് 4ാമത്തെ കോംബോ വരുന്നത്. അതിലും 2 പ്ലാന്റുകൾ തന്നെയാണ്. ആദ്യത്തെ കോംബോ നിയോൺ പോത്തോസ് ആണ്. ഇങ്ങനെ വരുന്ന അടിപൊളി പ്ലാന്റ്. ഫുൾ പോട്ടാണ് വരുന്നത്. 4 ഇഞ്ച് പോട്ടാണ് വരുന്നത്. നന്നായിട്ട് വേരുകളൊക്കെ നന്നായിട്ട് വന്നേക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പോട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ തിക്കായിട്ട് ഇത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിപ്പോൾ 4 ഇഞ്ച് പോട്ടാണ് വരുന്നത്. നമുക്കൊരു 6 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ച് പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ടേബിൾ വെക്കാം. മാറ്റി നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് ദിവസം മാത്രം നമ്മൾ പുറത്തൊന്ന് വെക്കുക കേട്ടോ. കൊക്കോപീറ്റിലാണ് പ്ലാന്റുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ അധികം കൊക്കോപീറ്റ് കളയാതെ തന്നെയായിരിക്കും നമ്മൾ അയക്കുക കേട്ടോ. എടുക്കാൻ പറ്റില്ല, നന്നായിട്ട് വേര് പിടിച്ചിരിക്കുന്ന പ്ലാന്റ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, നന്നായിട്ട് വേര് പിടിച്ച് നന്നായിട്ട് വളർന്നേക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പോട്ടിപ്പാട് തന്നെ വേണം. ഈ വിടുന്ന രീതിയിൽ തന്നെ ഇറക്കി വെക്കാം. പോട്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ, പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക. അപ്പോൾ ഇങ്ങനെ തന്നെ അടുത്ത ഇതിലേക്ക് പോട്ടിലേക്കൊക്കെ മാറ്റി വെച്ച് നന്നായിട്ടൊക്കെ വളമൊക്കെ കൊടുത്താൽ മതി. ഇങ്ങനെ കേട്ടോ. 2ാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കോംബോയിലെ 2ാമത്തെ പ്ലാന്റ് ഗോൾഡൻ പോത്തോസ് ആണ്. ഇങ്ങനെ അത് ഒത്തിരി ഷൂട്ടുകളുണ്ട് കേട്ടോ. അങ്ങനെ തിക്കായിട്ട് തന്നെയാണ് നട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ 4 ഇഞ്ച് പോട്ടിലാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ തിക്കായിട്ട് നന്നായിട്ട് വേരുകളൊക്കെ വന്നേക്കുന്ന പ്ലാന്റാണ്. ഇതിപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് വീഴുക. അതുകൊണ്ട് ഇത് എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ. ഇങ്ങനെ അടിപൊളിയായിട്ട് നന്നായിട്ട് വളർന്നേക്കുന്ന പ്ലാന്റുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ നടുകയും ചെയ്യാം, 2ആയിട്ട് ഡിവൈഡ് ചെയ്തൊക്കെ നടുവൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ അത് കണ്ടോ, ഫുൾ പോട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇത് കണ്ടോ, എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കനം കൊണ്ട് മറിഞ്ഞു പോരുക. ഇത് കണ്ടോ. അങ്ങനെ നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. ഇത് 2 പ്ലാന്റിനും കൂടെ 280+ കൊറിയറാണ് വരുന്നത്. ഇങ്ങനെ 280+ കൊറിയർ. അപ്പോൾ ഏറ്റവും ഇതായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ്. നിങ്ങളിതിൻ്റെ ഷൂട്ടുകളൊക്കെ എണ്ണി തന്നെ അറിയാൻ പറ്റൂട്ടോ, അത്രയ്ക്ക് തിക്ക് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റും കൂടെയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത്രയും തിക്കായിട്ട് വരാറില്ല, റെയറായിട്ടാണ് വരാറുള്ളൂ. അപ്പോൾ അതിൻ്റെ സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ കോംബോ കണ്ടു കഴിഞ്ഞു. ആദ്യത്തെ സിസി പ്ലാന്റിൻ്റെ കോംബോ 200+ കൊറിയർ. അതിനുശേഷം നമ്മൾ കാണിച്ച എൻജോയ് പോത്തോസും ഓക്സികാർഡിയം ഗ്രീനും കൂടെ 250+ കൊറിയർ. അതിനുശേഷം നമ്മൾ കാണിച്ച ഇത് രണ്ടും കൂടിയിട്ട് 280+ കൊറിയർ. അവസാനം കാണിച്ചതും 280+ കൊറിയർ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. എല്ലാം കൂടെ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുത്തോളൂ. ഇനിയിപ്പോൾ അത് മാത്രമായിട്ട് എടുക്കാൻ പറ്റും, ഓരോന്ന് മാത്രം എടുക്കണമെന്ന് അങ്ങനെ എടുത്തോളൂ കേട്ടോ. ഏതാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ അടുത്ത പ്ലാന്റുകൾ കോംബോ ആയിട്ടല്ലാത്തത് ഞാൻ വേഗം കാണിച്ചു പോകട്ടെ. പുതിയ പ്ലാന്റ്സുകൾ വന്നേക്കുന്നത് മാത്രം കാണിച്ചു പോകും. ബാക്കി എല്ലാ പ്ലാന്റ്സുകളും കാറ്റലോഗിലുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊക്കെ കൂടെ നോക്കിയിട്ട് ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഇത് സ്ട്രിങ് ഫാൻ ആണ് വരുന്നത്. ഇങ്ങനെ ഫാൻ വെറൈറ്റിയാണ്. അപ്പോൾ ഫാൻ വെറൈറ്റി ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് മാറ്റി നടുവൊക്കെ ചെയ്യാം. അതേപോലെ തിക്കായിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ ഈ ഫാൻ. പിന്നെ വന്നേക്കുന്നത് പെപ്രോമിയ വെറൈറ്റിയാണ്. പെപ്രോമിയ നമ്മൾ കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പ്ലാന്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വേരിഗേറ്റഡ് വെറൈറ്റി. അപ്പോൾ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറേ ഷൂട്ടുകൾ ഒരുമിച്ച് നട്ടേക്കുന്നതാണ് കേട്ടോ. നമ്മൾ മിക്കവാറും ഇങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ, തിക്കായിട്ട് വരുമ്പോഴാണല്ലോ അത്രയും ഭംഗിയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് നടന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ നടാം. കൊക്കോപീറ്റിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കൊക്കോപീറ്റ് കളയാതെ ആയിരിക്കും കേട്ടോ വിടുന്നത്. കാരണം കൊക്കോപീറ്റ് കളയാൻ പറ്റില്ല. ഇതിനൊക്കെ നല്ലോണം വേര് വന്നിട്ടുണ്ടാവും പ്ലാന്റുകൾ. ഇത് കണ്ടോ, നന്നായിട്ട് വേര് വന്ന് നല്ല ഭംഗിയിൽ തന്നെ പിടിച്ചേക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മാത്രമേ നമുക്ക് കളയാൻ പറ്റുള്ളൂ, ഒത്തിരി ഒന്നും കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ വിടുക കേട്ടോ. പിന്നെ വന്നേക്കുന്നത് നന്നായിട്ട് ഡോട്ട് വന്നിട്ടുള്ള ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. കെയിൻ ബിഗോണിയാണ്. കുറച്ച് ഇങ്ങനെ തണ്ടൊക്കെ ഇങ്ങനെയാണ് വരുന്ന ബിഗോണി. പല ടൈപ്പ് ബിഗോണിയ കാണാറുണ്ടല്ലോ. ഇത് കെയിൻ ബിഗോണിയ വെറൈറ്റിയിൽ പെടുന്നതാണ്. അതിൻ്റെ പൂ വരുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇതിങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ കുറേ ചേർത്ത് നട്ടേക്കുന്നതാണ് കേട്ടോ. കുറേ ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുറിച്ച് നടണമെങ്കിൽ അങ്ങനെ നടാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നടണമെങ്കിൽ നടാം. അധികം ഇതിപ്പോൾ കൊക്കോപീറ്റിലാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് പോട്ട് മിക്സിലേക്ക് മാറ്റി നടാം കേട്ടോ. ഇങ്ങനെ പിന്നെ ബിഗോണിയയുടെ തന്നെ കുറച്ച് വെറൈറ്റികൾ ഞാൻ കാണിക്കാം. ഈ കെയിൻ ബിഗോണിയയുടെ തന്നെ ഇതും ഒരു ഡോട്ട് വെറൈറ്റി തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് വന്നേക്കണേ. ഒരു ഡാർക്ക് ഗ്രീനിൽ
വൈറ്റ് ഡോട്ട് വരുന്ന ഒരു വെറൈറ്റി, ചെറിയൊരു വെൽവെറ്റ് ഫിനിഷും കൂടെ ഇലക്കി വരുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇത് സിംഗിൾ ഷൂട്ടായിട്ടാണ് വരുന്നത്. ഇത് വന്നേക്കുന്നത് ജിഫിയിലാണ് പ്ലാന്റ് വന്നേക്കുന്നത് കേട്ടോ. ഞാനിത് ജിഫി മറിഞ്ഞു പോകുന്നതുകൊണ്ട് ഇതിലേക്ക് ഇറക്കി വെച്ചു എന്നുള്ളൂ. നന്നായിട്ട് വേരൊക്കെ പിടിച്ചേക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അതാ ഇങ്ങനെ വേരൊക്കെ പിടിച്ചേക്കുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അതൊക്കെ കാറ്റലോഗിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒരു കെയിൻ ബിഗോയിനയുടെ വെറൈറ്റി ഇതാണ്. ഇതാ ഇങ്ങനെ മിക്കതിനും തന്നെ ഒരു പോട്ടിൽ 2 ആയിരിക്കും വരിക. ഇതും ജിഫി തന്നെയാണ് വന്നേക്കുന്നത്. നന്നായിട്ട് വേരൊക്കെ നന്നായിട്ട് അയക്കണ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അതാ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആ ബിഗോണിയുടെ കൂട്ടത്തിൽ ഇതും കൂടെ ഓർഡർ ചെയ്യാൻ പറ്റുന്നവർ ഓർഡർ ചെയ്തോളൂ. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് പെഡിലാന്തസ് നാന വേരിഗേറ്റഡ്. ഇങ്ങനെ ഒരു പോട്ടിൽ 1 2 3 4 5 വീതമായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. 100 രൂപ വരുന്നത് പ്ലാന്റുകൾ കേട്ടോ. പിന്നെ നമ്മളുടെ ഇത് വന്നിട്ടുണ്ട് യെല്ലോ, നമ്മളുടെ ഇസോറ യെല്ലോ, ചെത്തി യെല്ലോ വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ. അപ്പോൾ താല്പര്യമുള്ള ഒരു ഫുൾ പോട്ടാണ് വരുന്നത്. ഒരു പോട്ടിൽ 3 4 ഷൂട്ടുകളൊക്കെ ആയിട്ട് തൈകളൊക്കെ ആയിട്ടും നിങ്ങൾക്ക് മിക്കവാറും തന്നെ 3 എണ്ണമാണ്. അപ്പോൾ അത് മാറ്റി നടാം. 3 പോട്ടിലേക്കൊക്കെ മാറ്റി നടാം, അല്ലെങ്കിൽ 2 പോട്ടിലേക്ക് അങ്ങനെ മാറ്റി നടാം. തിക്കായിട്ട് ഇങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ നടാം കേട്ടോ. അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. കുറച്ച് മാത്രമേ ഇനി സ്റ്റോക്കിലുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ബാക്കിയുള്ള പ്ലാന്റ്സിലെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്, പോട്ടുകൾ ഉണ്ടായിരിക്കില്ല, പോട്ടുകൾ മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് പ്ലാന്റ്സുകൾ വിടുക. വിതിൻ 2 days കേരളത്തിൽ എവിടെയും പ്ലാന്റ്സുകൾ കിട്ടുന്നുണ്ട്. ഇനി ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ബോംബെയിലൊക്കെ 3-ാമത്തെ ദിവസം കിട്ടുന്നുണ്ട്. ബൈ എയർ ആണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ക്ഷീണവും ചെടികൾക്ക് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പാക്കിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ചെടി അയക്കുന്നതിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കട്ടെ. ചെടികളുടെ കാര്യത്തിൽ, വളർത്തുന്ന കാര്യത്തിലോ എന്താണെങ്കിലും ചോദിച്ചോളൂ. പിന്നെ ഞാൻ പറയാതെ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.